ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഡ്ലീഷ്യസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് പേട റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പാൽപ്പൊടിയിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ പാൻ ഒരു ലോ ഫ്ലെയിം വെച്ചൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹീറ്റായി നന്നായി കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ മിക്സാക്കി വെച്ച പാൽപ്പൊടിയുടെ മിക്സ്ചർ ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം ചൂടുള്ള സമയത്ത് എണ്ണയിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാതിരിക്കുക, അപ്പോൾ ആ ഭാഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റവ് ഓഫാക്കിയിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായി ഒന്ന് മിക്സായി കൊടുക്കുക. നന്നായി മിക്സായി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായി മിക്സായി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടി വേഗം കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിലും കുറച്ച് കൂടുതലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്നത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പഞ്ചസാര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സായി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഏലക്കായ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സായി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായി ഒന്ന് മിക്സായി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ ചെറുതായി വിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നന്നായി വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കൈ നന്നായി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് കൂളായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുകയാണ്. കൈ നന്നായി ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മളത് കുഴച്ച് മിക്സാക്കി കൊടുക്കാൻ. മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തതിന് ശേഷം പിസ്തയോ ബദാമോ എന്ത് വെച്ചൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും വേണ്ടാന്നാണെങ്കിൽ സിമ്പിളായിട്ട് ഒന്ന് റോൾ ചെയ്ത് വെച്ച് കൊടുത്താലും മതി. ഞാൻ ഇവിടെ ബദാമാണ് ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള പേടയും റെഡിയാക്കി എടുക്കാം. മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.